അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫൈസൽ ഹസനി ഉളിയിൽ എഴുതിയ ലേഖനം. ബലിഷ്ഠരായ നമ്മൾ എത്ര നിസ്സാരരാണല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാർബർ ഷോപ്പിൽ തലകുനിച്ചിരിക്കുമ്പോൾ പേടിയാകാറുണ്ടോ? ഇല്ലെങ്കിൽ ഇനി മുതൽ ആകണം. ഏതു സമയവും സമനില തെറ്റാവുന്ന, കയ്യിൽ കത്രികയും പിച്ചാത്തിയും പിടിച്ച് തലക്കും കഴുത്തിനുമിടെ വരണ്ടിയും തോണ്ടിയും കളിക്കുന്ന ഒരു മനുഷ്യനല്ലേ മുന്നിലുള്ളത്? നിലതെറ്റിയ ഒരു വേളയിൽ ആഴത്തിൽ ഒരു വര വരച്ചാൽ കഴിഞ്ഞില്ലേ നമ്മുടെ കഥ? ഇതോർത്താൽ ആർക്ക് കഴിയും സമാധാനത്തോടെ ആ കേശകലാകാരൻ്റെ മുന്നിൽ വിധേയനായിരുന്നു കൊടുക്കാൻ? ഒസ്സാൻ്റെ മനസ്സ് മാത്രമല്ല, ഈ കാണുന്ന മഹാപ്രപഞ്ചത്തിലെ എല്ലാം ഒരു തൊടുപ്പ് ബാലൻസിൽ അങ്ങനെ നിന്നു പോവുകയാണ്. ഏത് സമയത്തും ആ തൊടുപ്പ് സ്ഥിതിക്ക് ഇടിവ് പറ്റാം, സമനില തെറ്റി കാര്യങ്ങൾ തകരാം. ആഴത്തിൽ ആലോചിച്ചാൽ അമിത സമാധാനത്തോടെ കളിക്കാനോ കിളക്കാനോ നടക്കാനോ യാത്ര പോകാനോ ഒന്നുറങ്ങാൻ പോലുമോ ആവുകയില്ല. ഏത് ഡ്രൈവർക്കും, ഏത് ലോക്കോ പൈലറ്റിനും, ഏത് പൈലറ്റിനും ഏത് സമയത്തും തോന്നാം, മതി ഇവറ്റകളെയും കൊന്ന് ഞാനും ചത്തേക്കാമെന്ന്. നാം ഓട്ടുന്ന വണ്ടി നമ്മുടെ കയ്യിൽ ആയേക്കാം, പക്ഷേ നമ്മെ ഓട്ടുന്ന മനസ്സ് നമ്മുടെ കൈപ്പിടിയിൽ അല്ലല്ലോ. മനസ്സ് മറിമായമാണ്, ശരിയായ മലക്കം മറി. ഹദീസിലില്ലേ, രാവിലെ വിശ്വാസിയായ ആള് രാവാവും മുന്നേ അവിശ്വാസിയായി തീർന്നേക്കുന്ന കാലം വരുമെന്ന്. വന്നില്ലേ ആ കാലം? ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു. കരയും കടലും കാഴ്ചയിൽ നല്ല ലോക്യത്തിലാണ്. തൊട്ടും തലോടിയും കിന്നരിച്ചും മടിയിൽ തലവെച്ചുമൊക്കെ കാണപ്പെടാം. പക്ഷേ ഏത് കറുത്ത നിമിഷത്തിലാണ് ആ കടൽ മാന്യന് കരയിലേക്ക് ഒരുമ്പെട്ട് കയറി കാവടിയാടാനുള്ള ഭ്രമം പൊട്ടിപ്പുറപ്പെടുക എന്ന് പറയാനാകില്ല. കുന്നുകൾ നമ്മൾ എന്നും കാണുന്നതാണ്. ഏത് ആഷാഢരാവിൽ ഏതു കുന്നിന് എപ്പോഴാണ് മദം പൊട്ടി ഇടിഞ്ഞു താഴാൻ തോന്നുക എന്ന് പ്രവചിക്കാനാവില്ല. ഭൂമിക്കുമേൽ അട്ടിയട്ടിയായി നാം നിർമ്മിച്ചു വച്ച വമ്പൻ ഗോപുര ഹർമ്മ്യങ്ങളെ എപ്പോഴാണ് ഭൂമി തോളൊന്നു കുലുക്കി തരിപ്പണമാക്കുക എന്നും മുൻകൂട്ടി കാണാനാവില്ല. ഏതു രോഗാണുവാണ്, എത്ര മാരകമായാണ്, ഏതു നേരത്ത് എവിടെയാണ് പൊട്ടിപ്പുറപ്പെടുക എന്നാരറിഞ്ഞു? കൊറോണ ഒരു കൊച്ചു മാത്രമായിരുന്നു, കുറച്ചേ കൊന്നുള്ളൂ. രോഗാണു വളരുന്ന ആണവ യൂട്രസിൽ ഭീകരന്മാരായ വൈറസുകൾ തുടിച്ചു വരുന്നില്ല എന്നാരറിഞ്ഞു? മുഖം പൊത്തിക്കും രാസമരുന്നുകൊണ്ടുള്ള കൈക്രീഡകൾക്കും ചെറുക്കാനാകാത്ത കോടിക്കണക്കിന് അശ്രീകര രോഗാണുക്കൾ അണപൊട്ടി. എന്നാൽ നാം ഇതേത് ഉരുക്കു മനസ്സുകൊണ്ടാണ് മോന്ത പൊത്തുക? ഏത് ആഗ്നേയശാലയിലാണ് നാം, ഏത് ആഗ്നേയ ലായനിയിലാണ് നാം കൈ കഴുകുക? കാലങ്ങളായി നമ്മൾ കണ്ടുപരിചയിച്ച ഒരു ലോകക്രമമുണ്ട്, അതങ്ങനെ തന്നെ എന്നും തുടരും എന്ന വിശ്വാസത്തിൽ നാം മുന്നോട്ടു പോകുന്നു. അപ്രതീക്ഷിതമായി ഏതു നേരത്തും ആ സുഖപ്പോക്കിന് ഭംഗം വരാമെന്നുള്ളത് നാം ഉന്മാദപൂർവം മറക്കുന്നു. ചുറ്റും നല്ല ചൂടാണ്, വരും മാസങ്ങളിൽ ഉഷ്ണം ഇനിയും പുളയും. പക്ഷേ ഉഷ്ണാറുതിയിൽ മാനം കനക്കും, മഴ പെയ്യും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയായിരുന്നല്ലോ. അത് പ്രകൃതി നമുക്ക് നൽകിയ നേരിയ ഒരു നുണപ്പിക്കൽ മാത്രമാണ്. നമ്മൾ തീവ്രമായി മറിച്ചാലോചിക്കണം. മഴ പെയ്തില്ലെങ്കിലോ? ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, മാസങ്ങൾ ഒരുപാട് മഴ പെയ്തതേയില്ല, പെയ്യുന്നേയില്ല. തോട് വരളുന്നു, പുഴ വറ്റുന്നു, സസ്യങ്ങൾ ഉണങ്ങുന്നു, മൃഗങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ ചത്തു കുമിയുന്നു. നാം ആരെ വിളിച്ചു പറയും? ആർക്ക് എഴുത്തയക്കും? നിയമസഭയ്ക്ക്, ലോകസഭയ്ക്ക്, ഐക്യരാഷ്ട്രസഭയ്ക്ക്? പ്രകൃതിയിൽ വെള്ളം ഉള്ളതുകൊണ്ടാണ് നാം നാളു കഴിഞ്ഞു പോകുന്നത്. ആ വെള്ളം തന്നെ വറ്റിയാലോ? ആരിറക്കിത്തരും നിങ്ങൾക്ക് നൽതണ്ണീർ? കടുപ്പപ്പെട്ട ആ ചോദ്യം കുന്തമുനയായി നമ്മുടെ തലച്ചോറിലേക്ക് ഖുർആൻ കുത്തിയിറക്കുന്നുണ്ട്. അതൊരു സൂചനാ ചോദ്യമാണ്.
ഖുർആൻ അല്ലെങ്കിലും സൂചനാ സാഹിത്യത്തിൻ്റെ മാസ്റ്റർ പീസാണല്ലോ. പരത്തി പറയുക എന്നത് ഖുർആൻ്റെ ശൈലിയല്ല. കൊച്ചു കൊച്ചു വരൾച്ചകൾ നമ്മൾ രുചിച്ചിരിക്കാം, പക്ഷേ ഖുർആൻ പറയും പോലെയുള്ള ഒരു രൂക്ഷ വരൾച്ച നാം മനസ്സിൽ കാണേണ്ടത് തന്നെയാണ്. ഇതിനൊരു എതിർവശം കൂടിയുണ്ട്. അഥവാ വെള്ളത്തിൻ്റെ അനിയന്ത്രിതമായ പൊട്ടിയൊഴുക്ക്, പേമാരി, പ്രളയം നമ്മൾ ചെറുതായി അനുഭവിച്ചതാണല്ലോ ഇതെല്ലാം. അന്നു പെയ്ത മഴ അതേ നിലക്ക് 4 ആഴ്ച കൂടി തുടർന്നിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ചീഞ്ഞു നാറിയനെ. മുകളിലുള്ളവൻ്റെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് അന്ന് അത് നിന്നു കിട്ടിയത്. പേമഴയുടെ മെയിൻ സ്വിച്ച് ഓഫാക്കാൻ ഒരു സയൻറ്റിസ്റ്റും അന്ന് വളർന്നിരുന്നില്ല. എല്ലാമായി അല്ലെങ്കിൽ എല്ലാം കൈപ്പിടിയിലാണ് എന്ന് അഹങ്കരിക്കുന്ന നമുക്ക് മേൽ ഇനിയും അമ്മട്ടിലൊരു തോരാമയ പെയ്തിറങ്ങിയാൽ പിടിച്ചു നിർത്താനുള്ള സഡൻ ബ്രേക്കുകളൊന്നും നമ്മുടെ കാൽച്ചുവട്ടിൽ ആയിട്ടില്ല. ഓർമ്മിച്ചോളണേ. ഭൂമിയിലാകെ നമ്മൾ വിത്ത് വിതക്കുന്നു. ആ വിത്തുകളെല്ലാം ഉറ പോലെ മുളച്ച് സസ്യങ്ങളായി, മരങ്ങളായി, കായ്കനികൾ ചുരത്തുന്നു. അതൊരു നിലനിൽക്കുന്ന സിസ്റ്റമാണ്. ആ സിസ്റ്റം അങ്ങനെ തന്നെ തുടരുമെന്ന് നമുക്ക് ആരും എഴുതി ഒപ്പിട്ട് തന്നിട്ടില്ലല്ലോ. വിത്തുകൾ മുളക്കാതിരുന്നാൽ, സസ്യങ്ങൾ കായ്കനികൾ തരുന്നില്ല എന്ന് ശഠിച്ചാൽ നാം പരാതിക്കത്ത് ഏത് പെട്ടിയിൽ കൊണ്ടുപോയിട്ടൊലത്തും? രാത്രി കിടന്ന് ഏറെ നേരമായാൽ അതാ പകൽ വന്ന് നമ്മെ വിളിക്കുന്നു. പകലിൽ പണിയെടുത്ത് വാടിയാൽ പുതച്ചു കിടക്കാനായി അതാ രാവ് നമ്മെ തോണ്ടുന്നു. ഇതൊക്കെ നമുക്ക് നിത്യേനയുള്ള അനുഭവങ്ങൾ മാത്രമാണ്. ഞങ്ങൾ അന്യോന്യം ഇങ്ങനെ അൾട്ടർനേറ്റീവ് ഷിഫ്റ്റ് ഡ്യൂട്ടി എടുത്ത് നിങ്ങളെ മാറി മാറി സമീപിച്ചു കൊള്ളാമെന്ന് രാപ്പകലുകൾ നമുക്ക് എഴുതി തന്നിട്ടൊന്നുമില്ല. പകൽ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ പകൽ തീരുന്നേയില്ല, തുടരുകയാണ്. രാത്രി വരുന്നേയില്ല. ആലോചിച്ചു നോക്കിയേ അങ്ങനെയുള്ള ഒരവസ്ഥ. തിരിച്ചും ആലോചിച്ചു നോക്കൂ. രാവു തന്നെ കൊടും രാവ്, കൂരിരുട്ട്, ഒരിറ്റു വെളിച്ചം പൊട്ടി വിടരുന്നേയില്ല. നമ്മൾ ഏത് പഞ്ചായത്ത് ഓഫീസിൽ പോയാണ് പരാതി പറയുക? ഏത് വാർഡ് മെമ്പറുടെ കോലായിൽ ചെന്നാണ് ക്യൂ നിൽക്കുക? ഖുർആനിൻ്റെ അലറുന്ന ചോദ്യമുണ്ട്. അൽ-ഖസസ് 71-72 സൂക്തങ്ങളിൽ ഇങ്ങനെ വായിക്കും. അത് അങ്ങ് പറഞ്ഞു കൊടുക്കൂ. അന്ത്യനാൾ വരേക്കും അള്ളാഹു നിങ്ങൾക്ക് രാത്രിയെ നിത്യമാക്കി തീർത്തിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാട്ടെ. അല്ലാത്ത ഏതൊരു ആരാധ്യനാണ് നിങ്ങൾക്ക് വെളിച്ചമെത്തിച്ചു തരിക? കേട്ടൂടെ? പറഞ്ഞു കൊടുക്കൂ. പകലിനെ നിങ്ങൾക്ക് ഒടുക്കനാളോളം സ്ഥിരമാക്കി തീർത്തിരുന്നെങ്കിൽ ഒന്നാലോചിച്ചു നോക്കിയേ. അല്ലാത്ത ഏതൊരു ഉടയവനാണ് നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള രാത്രി തരിക? കണ്ടുകൂടെ? നിങ്ങളിൽ എത്ര പേർ മുമ്പ് ഇത് ഗൗരവത്തിൽ ആലോചിച്ചിട്ടുണ്ട്? അരമണിക്കൂറിലേറെ കരണ്ട് കട്ടാവുമ്പോഴേക്കും KSEB ഓഫീസിൽ വിളിച്ച് കശപിശ കൂട്ടുന്നവരാണ് നമ്മൾ. നേരമായിട്ടും വെളിച്ചപ്പകലിൻ്റെ ട്യൂബ് ലൈറ്റ് കത്താതിരുന്നാൽ ഏത് KSEB ഓഫീസിലെ ഏത് ഉദ്യോഗസ്ഥനെ വിളിച്ചാണ് നാം പഴി പറയുക? നീണ്ട ക്ഷീണപ്പകൽ മടുത്തിട്ടും റൊമാൻറ്റിക് രാവിൻ്റെ ഇരുൾ സൂര്യൻ ഉദിക്കാതിരുന്നാൽ ഏത് കലക്ടറേറ്റിൻ്റെ മുമ്പിൽ ചെന്നാണ് നാം പിക്കറ്റിംഗ് നടത്തുക? ഏതു മന്ത്രിക്കാണ് നാം കരിങ്കൊടി കാട്ടുക? അല്ലെങ്കിലും നമ്മൾ എന്തു പോയത്തക്കാരാണ്? നമ്മൾ എന്തിനാണ് എവിടെയോ കിടക്കുന്ന ഗോളങ്ങളെയും മഴയെയും കാറ്റിനെയും സൂര്യനെയും പറ്റി വേദാന്തം പറഞ്ഞ് പരിക്ഷീണിതരാവുന്നത്? നമ്മൾ തന്നെ ഒരു പ്രപഞ്ചമല്ലേ? രക്തം എന്ന ചെറുചെമ്പുഴ ശരീരത്തിൽ ആകമാനം തളരാതെ ഓടുന്നത് കൊണ്ടല്ലേ നാം നിൽക്കുന്നത്, നടക്കുന്നത്, കിടക്കുന്നത്, ഉറങ്ങുന്നത്? അതെപ്പോഴും ഇടതടവില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണമെന്നില്ലല്ലോ. ആ ചോരച്ചാല് കരകവിഞ്ഞാലോ ഓട്ടം നിർത്തി മടിഞ്ഞിരുന്നാലോ നമ്മൾ നിശ്ചലരായില്ലേ? ബാർബർ ഷോപ്പിൽ വെച്ച് മുടിവെട്ടുകാരൻ തലതെറ്റി നമ്മുടെ കഴുത്ത് ഞരമ്പിന് ബ്ലേഡ് വെച്ചാൽ കേസ് കൊടുക്കാൻ പോലീസില്ലേ? എന്നാൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനവുമില്ലാതെ തീർത്തും എൻ്റേതല്ലാത്ത കാരണത്താൽ എൻ്റെ തലച്ചോറിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തുളകളിലൂടെ കാലങ്ങളായി ഓടിക്കൊണ്ടിരിക്കുന്ന ചോരപ്പാച്ചിലിതാ നിന്നു എന്ന് പറഞ്ഞു സർക്കാരിൻ്റെ ഏത് ബ്രാഞ്ച് ഓഫീസിലാണ് നാം പരാതി കൊടുക്കുക? ഏത് പോലീസ് സ്റ്റേഷനിലാണ് നാം ചെന്ന് പെറ്റീഷൻ കൊടുക്കുക? സാറ്റലൈറ്റും റഡാറും റോവറും
GPS ഉഗ്രബലിഷ്ഠരായ നമ്മൾ ഓർത്താൽ എത്ര നിസ്സാരനാണല്ലേ. അതാ റമദാൻ വന്ന് മുന്നിൽ നിൽക്കുന്നു, ആശയോടെ നമ്മെ നോക്കുന്നു. മനുഷ്യൻ ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് നമുക്ക് വെളിവാക്കി പറയാം. നമ്മളിൽ അള്ളിപ്പിടിച്ച അബലഗർവിൻ്റെ അണുബാധയെ റമദാനിൻ്റെ ഉലയിൽ ഉരുക്കി നമുക്ക് ബലിഷ്ഠരാവാം.